നമസ്കാരം. ഭാരതത്തിൻ്റെ ആഭ്യന്തര പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും വ്യോമസുരക്ഷയും പൂർണ്ണമാകണമെങ്കിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ മാത്രമല്ല, അവയുടെ ഹൃദയമായ എഞ്ചിൻ വികസിപ്പിക്കുന്നതിലും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ട്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ GEF-404 എഞ്ചിനുകൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്സിൽ നിന്ന് ലഭ്യമാക്കുന്നതിലുണ്ടായ കാലതാമസം ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തെ താൽക്കാലികമായി ബാധിച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നിർമ്മാണശാലകളിൽ യുദ്ധവിമാനങ്ങളുടെ ബോഡി പൂർത്തിയായിട്ടും എഞ്ചിനുകൾക്കായി കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതിൻ്റെ അപകട സാധ്യതകളെയാണ് തുറന്നു കാട്ടുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയെ ഒരു വലിയ അവസരമാക്കി മാറ്റിക്കൊണ്ട് പതിറ്റാണ്ടുകളായി ലബോറട്ടറികളിൽ ഒതുങ്ങിപ്പോയ തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിൻ പദ്ധതിയായ കാവേരിക്ക് പുതിയ ജീവൻ നൽകാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDO എടുത്ത തീരുമാനം ഭാരതത്തിൻ്റെ വ്യോമപ്രതിരോധ രംഗത്ത് ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. 90കളിൽ തേജസ് വിമാനങ്ങൾക്കായി വിഭാവനം ചെയ്ത കാവേരി എഞ്ചിൻ പദ്ധതി സാങ്കേതികമായ വെല്ലുവിളികളും ഉയർന്ന താപനില താങ്ങാനുള്ള ശേഷിക്കുറവും മൂലം പിന്നീട് മരവിപ്പിക്കപ്പെടുകയായിരുന്നു. എന്നാൽ നിലവിലെ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാവേരി 2.0 എന്ന പേരിൽ ഈ അത്യാധുനിക ടർബോഫൻ എഞ്ചിൻ പദ്ധതി പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാരിനും പ്രതിരോധ വിദഗ്ധർക്കും ശക്തമായ പ്രചോദനമായി മാറി. വിദേശ വിപണികളിലെ സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും കീഴ്പ്പെടാതെ ഭാരതത്തിന് തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ഉയർന്ന പർവ്വത മേഖലകളായ ലഡാക്ക്, സിയാച്ചിൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ കഠിനമായ കാലാവസ്ഥയിലും മരുഭൂമിയിലെ കടുത്ത ചൂടിലും ഒരുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് കാവേരി 2.0 രൂപകൽപ്പന ചെയ്യുന്നത്. ഇത് ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നായിരിക്കും. കാവേരി 2.0 പദ്ധതി കേവലം തേജസ് വിമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഭാരതത്തിൻ്റെ ഭാവി വ്യോമശക്തിയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന വലിയൊരു ദൗത്യമാണ്. ഭാരതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA, മനുഷ്യരില്ലാതെ പറക്കുന്ന ഘാതക് UCAV തുടങ്ങിയ അത്യാധുനിക പോർവിമാനങ്ങൾക്കെല്ലാം കരുത്തുപകരാൻ ഈ തദ്ദേശീയ എഞ്ചിന് സാധിക്കും. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഫണ്ടിങ്ങും മുൻഗണനയുമാണ് നൽകുന്നത്. കൂടാതെ ചില സങ്കീർണമായ സാങ്കേതിക വിദ്യകൾക്കായി പ്രമുഖ അന്താരാഷ്ട്ര പ്രതിരോധ ഏജൻസികളുമായി സഹകരിക്കാനും രാജ്യം തയ്യാറെടുക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയഗാഥയായിരിക്കും കാവേരി 2.0. ഈ എഞ്ചിൻ്റെ നിർമ്മാണത്തിനായി ഭാരതത്തിലെ നൂറുകണക്കിന് പൊതു സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളാണ് പങ്കാളികളാകാൻ പോകുന്നത്. ലോഹസങ്കരങ്ങളുടെ നിർമ്മാണം, അഡ്വാൻസ്ഡ് കോമ്പോസിറ്റുകൾ, ഏവിയോണിക്സ്, കൺട്രോൾ സിസ്റ്റങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഭാരതീയ കമ്പനികൾക്ക് ഇത് വലിയ വികസന സാധ്യതകൾ തുറന്നു നൽകും. ഇത് രാജ്യത്ത് വലിയ സാങ്കേതിക എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും ഭാവിയിൽ എഞ്ചിനുകളുടെ അപ്ഗ്രഡേഷൻ വേഗത്തിലാക്കാനും സഹായിക്കും. ഒരു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ സ്വയം വികസിപ്പിക്കുക എന്നത് ലോകത്തിലെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള അതീവ സങ്കീർണമായ പ്രക്രിയയാണ്. മുൻകാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായ സമയബന്ധിതമായ ലക്ഷ്യങ്ങളോടെയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കാവേരി 2.0 പൂർണ്ണ സജ്ജമാക്കി വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. താൽക്കാലികമായി നേരിട്ട എഞ്ചിൻ പ്രതിസന്ധി ഭാരതത്തെ തളർത്തുകയല്ല, മറിച്ച് പ്രതിരോധ രംഗത്ത് ആഗോളതലത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു മഹാശക്തിയെ വളരാനുള്ള ഭാരതത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാവേരി 2.0 വിജയകരമായി പൂർത്തിയാകുന്നതോടെ ഭാരതം സ്വന്തമായി അത്യാധുനിക കോമ്പാക്ട് എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതത്തിൻ്റെ വ്യോമപ്രതിരോധ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാവേരി 2.0 എഞ്ചിൻ പദ്ധതിയുടെ പുനർജീവനം കേവലം ഒരു സാങ്കേതികവിദ്യ മുന്നേറ്റം മാത്രമല്ല, പശ്ചിമേഷ്യയിലെയും ഏഷ്യ പസഫിക് മേഖലയിലെയും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കം കൂടിയാകും. ഒരേ സമയം 2 അതിർത്തികളിൽ നിന്നും ഭീഷണി ഉയർത്തുന്ന ചൈന-പാകിസ്ഥാൻ സഖ്യത്തിൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. നാളിതുവരെ ഭാരതത്തിൻ്റെ സൈനിക നവീകരണത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത്
ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈയൊരു ബലഹീനതയെ ചൂഷണം ചെയ്താണ് ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത്. എന്നാൽ യുദ്ധവിമാനങ്ങളുടെ ഹൃദയമായ എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ ഭാരതം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതോടെ ശത്രു രാജ്യങ്ങളുടെ ആസൂത്രണങ്ങളുടെ എല്ലാം നട്ടലാണ് തകർന്നത്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഭാരതം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നത് ചൈനയുടെ പ്രാദേശിക മേധാവിത്വ മോഹങ്ങൾക്കും പാകിസ്ഥാൻ്റെ അതിർത്തി നുഴഞ്ഞുകയറ്റ തന്ത്രങ്ങൾക്കും വലിയ തിരിച്ചടിയാകാൻ പോകുകയാണ്. കാവേരി 2.0 എഞ്ചിൻ വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ ചൈന ഉയർത്തുന്ന സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ ഭാരതത്തിന് പൂർണ്ണമായ ആത്മവിശ്വാസം ലഭിക്കും. ഏഷ്യയിൽ സൈനിക വിമാനങ്ങളുടെ എഞ്ചിൻ സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ഏക ശക്തി തങ്ങളാണെന്ന ചൈനയുടെ അഹങ്കാരത്തിനാണ് ഇതിലൂടെ കനത്ത തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്. ചൈന അവരുടെ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾക്കായി വികസിപ്പിച്ച WS എഞ്ചിൻ പരമ്പരകൾ ഇപ്പോഴും പൂർണ്ണമായ വിശ്വാസ്യത കൈവരിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ ഭാരതം അത്യാധുനികമായ ഒരു എഞ്ചിൻ വികസിപ്പിക്കുന്നത് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ സാരമായി ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹിമാലയൻ അതിർത്തികളായ ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലെയും ഉയർന്ന യുദ്ധമേഖലകളിൽ ചൈനീസ് വിമാനങ്ങൾക്ക് അവയുടെ എഞ്ചിൻ പരിമിതികൾ മൂലം പൂർണ്ണ ശേഷിയിൽ ആയുധങ്ങൾ വഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ദുർഘടമായ ഭൂപ്രകൃതിക്കും കടുത്ത കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന കാവേരി എഞ്ചിനുകൾ ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ചൈനയ്ക്കെതിരെ കൃത്യമായ വ്യോമ മേധാവിത്വം ഉറപ്പാക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി കടുത്ത ഭീതിയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമായിരിക്കും സമ്മാനിക്കുക. സാമ്പത്തിക തകർച്ച നേരിടുന്ന പാകിസ്ഥാന് തദ്ദേശീയമായി യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയോ പണമോ ഇല്ല. അവർ പൂർണ്ണമായും ചൈനീസ് നിർമ്മിത JF-17 വിമാനങ്ങളെയും അവയിലുള്ള വിദേശ എഞ്ചിനുകളെയുമാണ് ആശ്രയിക്കുന്നത്. ചൈനയും റഷ്യയും നൽകുന്ന സാങ്കേതിക സഹായങ്ങൾ നിലച്ചാൽ പാക് വ്യോമസേന പൂർണ്ണമായും നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭാരതം സ്വന്തം എഞ്ചിൻ സാങ്കേതിക വിദ്യയിലൂടെ തേജസ് വിമാനങ്ങളുടെയും ഭാവിയിലെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളെയും എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുമ്പോൾ അത് പാക് വ്യോമസേനയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള പ്രതിരോധ ഭാരമായി മാറും. ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് തടയാൻ വിദേശ വിതരണക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന പാകിസ്ഥാൻ്റെ നയതന്ത്ര നീക്കങ്ങൾ ഇതോടെ പൂർണ്ണമായും പരാജയപ്പെടും. ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഭാരതത്തെ വളയാൻ ശ്രമിക്കുന്ന 2 ഫ്രണ്ട് വാർ അഥവാ ഇരട്ട അതിർത്തി യുദ്ധ സാഹചര്യങ്ങൾ നേടാൻ ഈ തദ്ദേശീയ എഞ്ചിൻ പദ്ധതി ഭാരതത്തെ സജ്ജമാക്കും. യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങൾ ആയുധങ്ങളോ എഞ്ചിൻ സ്പെയർ പാർട്സുകളോ നൽകുന്നത് നിർത്തിയാലും ഭാരതത്തിൻ്റെ പ്രതിരോധത്തെ അത് ബാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ശത്രുക്കളുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ്. ഭാവിയിൽ മനുഷ്യരില്ലാ യുദ്ധവിമാനങ്ങളായ ഘാതക് ഡ്രോണുകൾക്കും കാവേരി എഞ്ചിൻ കരുത്തു പകരുമ്പോൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആകാശ അതിർത്തികളിൽ അതിശക്തമായ നിരീക്ഷണവും പ്രതിരോധവും തീർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ കാവേരി 2.0 എഞ്ചിൻ പദ്ധതിയുടെ വിജയം ഭാരതത്തിൻ്റെ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രതിരോധ ശക്തിയുടെ തുലാസ് ചൈന പാക് സഖ്യത്തിൽ നിന്നും ഭാരതത്തിൻ്റെ പക്ഷത്തേക്ക് കൃത്യമായി ചരിച്ചു വയ്ക്കുകയും ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.